തൃശ്ശൂർ കോടാലിയിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളെ വെള്ളിക്കെട്ടൻ നമ്മൾ ഈ ശംഖുവരയൻ എന്നൊക്കെ വിളിക്കുന്ന പാമ്പ് കടിച്ച വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും റോഷ്നി. അപ്പോൾ ആ സമയത്ത് റോഷ്നിക്ക് തോന്നിയത് എന്താണ്? തുടർച്ചയായിട്ട് 4 കുഞ്ഞു പാമ്പുകളെയാണ് അവിടെ കണ്ടെത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വെള്ളിക്കെട്ടൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെ 5ഉം 6ഉം മുതൽ 10ഉം 12ഉം 16ഉം വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാമെന്നുള്ളതാണ്. കൂടുതൽ പാമ്പുകൾ ആ വീട്ടിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ റോഷ്നി? അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല സാർ. എന്നാൽ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. ഒരു പാമ്പിൻ്റെ ആരോഗ്യത്തിനനുസരിച്ചിരിക്കും അത് മുട്ടയിടുന്നത്. എന്തായാലും 1, 2, 3 ഒന്നും ആയിരിക്കില്ല. 10 മുതൽ 15 വരെയൊക്കെ വെള്ളിക്കെട്ടൻ മുട്ടയിടാറുണ്ട്. അപ്പോൾ ഇത് സേഫായിട്ട് എവിടെയോ അത് ഇപ്പോൾ മുട്ട വിരിയുന്ന സമയമാണ്. മെയ് ജൂൺ എന്ന് പറയുന്നത് പാമ്പിൻ്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്ന സമയമാണ്. അപ്പോൾ ആ ഭാഗത്ത് എവിടെയോ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്നുണ്ട്. പക്ഷെ അത് എവിടെയാണ് എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. വീടിന് പുറത്തൊക്കെ വനംവകുപ്പ് വന്നിരുന്നു, വനംവകുപ്പ് സെർച്ച് ചെയ്തിരുന്നു. വീടിന് പുറത്ത് കാടൊക്കെ തീയിട്ടു. പക്ഷേ വീടിനുള്ളിൽ എവിടെയെങ്കിലും ആണോ, എവിടെയാണ്? നമുക്ക് പാമ്പിനെ കണ്ടാൽ മാത്രമേ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. നമുക്കിത് പാമ്പിനെ ഒരു ഡിറ്റക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കാനുള്ളൊരു സംവിധാനമില്ല. ആ ഒരു ജീവിയെ നമുക്കങ്ങനെ കണ്ടുപിടിക്കാനും കഴിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇനിയും ചിലപ്പോൾ വിരിഞ്ഞ് പുറത്തിറങ്ങാനുള്ള സാധ്യത ഉണ്ട്.